മക്കളെ, ജെഇയുടെ സെഷൻ 2 ബന്ധപ്പെട്ട് പുതിയ ഒരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. അതായത് 2025 ജെഇ എക്സാമിലെ സെഷൻ 2 രജിസ്റ്റർ ചെയ്ത കുട്ടികൾക്കാണ് ഇത് ബാധകം. അപ്പൊ ആദ്യം തന്നെ ഞാൻ ഓർമ്മിപ്പിക്കുന്നു, സെഷൻ 2 രജിസ്ട്രേഷൻ എന്ന് വരെയുണ്ട്. ഫെബ്രുവരി 25 രാത്രി 9 മണി വരെ ഉണ്ടാവും സെഷൻ 2 രജിസ്ട്രേഷൻ. അതിന്റെ ഫീ പേയ്മെന്റ് അന്നേ ദിവസം രാത്രി 11:50 വരെ. രജിസ്ട്രേഷൻ 9 മണിക്ക് തീരും. അതായത് ഇന്ന് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് 24 എന്ന് പറഞ്ഞാൽ നാളെ രാത്രി 9 മണി വരെ. ഓൾറെഡി ഇവർ പറഞ്ഞിട്ടുണ്ട് ഇനി ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്യില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നാളെ 25 രാത്രി 9 മണി കൊണ്ട് രജിസ്റ്റർ ചെയ്യാത്തവരൊക്കെ രജിസ്റ്റർ ചെയ്യുക. ഓക്കെ, ഫീ പേയ്മെന്റിന് വേണ്ടി മാത്രമാണ് 11:50 വരെ സമയം. ഇനി ഇപ്പൊ പുതിയ അപ്ഡേറ്റ് വന്നിരിക്കുന്നത് കറക്ഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. കറക്ഷനിൽ എന്നൊക്കെയാണ് ഫെബ്രുവരി 27, 28 ഈ 2 തീയതികളിലാണ് കറക്ഷൻ ഉണ്ടാവുക. അതായത് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ തെറ്റുകൾ എല്ലാം പറ്റില്ല, അത് ഏതൊക്കെയാണെന്ന് ഞാൻ സ്പെസിഫൈ ചെയ്യാം. ഇനി 28 രാത്രി 11:50 വരെ നിങ്ങൾക്ക് കറക്ഷൻ ചെയ്യാം. 27 തുടങ്ങി 28 രാത്രി 11:50 വരെ നിങ്ങൾക്ക് കറക്ഷൻസ് വരുത്താം. ഇനി ആർക്കൊക്കെ അല്ലെങ്കിൽ എന്തൊക്കെ കറക്ഷൻസ് ആണ്? ഫോർ ഓൾ എന്ന് പറഞ്ഞാൽ ആദ്യം തന്നെ സെഷൻ 1ഉം 2ഉം രജിസ്റ്റർ ചെയ്ത കുട്ടികൾ, 1 ചെയ്തപ്പോൾ തന്നെ ബേസിക് ഡീറ്റെയിൽ എല്ലാം കംപ്ലീറ്റ് ചെയ്ത് 2വിന് വേണ്ടി കൂടി അപ്ഡേറ്റ് ചെയ്ത അല്ലെങ്കിൽ ആഡ് ചെയ്ത കുട്ടികളുണ്ടെങ്കിൽ, അതേപോലെ സെഷൻ 2വിന് മാത്രമായിട്ടും, അതായത് നിങ്ങൾ കൺഫ്യൂസ് ആവണ്ട, എല്ലാവർക്കും സെഷൻ 2 രജിസ്റ്റർ ചെയ്ത, അത് സെഷൻ 1 എഴുതിയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് പ്രശ്നമല്ല, എല്ലാവർക്കും ബാധകമാണ്. എന്ത് എഡിറ്റ് ചെയ്യാം അല്ലെങ്കിൽ മോഡിഫൈ ചെയ്യാം. എന്തൊക്കെ? നിങ്ങൾക്ക് പേപ്പർ എഡിറ്റ് ചെയ്യാം. നിങ്ങളിപ്പോൾ ബിടെക്കിന് മാത്രമാണ് അപ്ലൈ ചെയ്തിരിക്കുന്നതെങ്കിൽ വേണമെങ്കിൽ BR ആഡ് ചെയ്യാം, ബി പ്ലാനിങ് ആഡ് ചെയ്യാം, അതിലേതെങ്കിലും ഒഴിവാക്കാം, ഒക്കെ ചെയ്യാം. മീഡിയം, ക്വസ്റ്റ്യൻ പേപ്പറിന്റെ മീഡിയം, ഇംഗ്ലീഷ് മാത്രമാണെങ്കിൽ ഇംഗ്ലീഷ് മലയാളം ആക്കാം, ഇംഗ്ലീഷ് മലയാളമാണ് ഇംഗ്ലീഷ് മാത്രം ആക്കാം, ഒക്കെ നിങ്ങൾക്ക് ചെയ്യാം. പിന്നെ നിങ്ങളുടെ സ്റ്റേറ്റ് ഓഫ് എലിജിബിലിറ്റി തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ മാറ്റാം. എക്സാം സിറ്റീസ് വേണമെങ്കിൽ അങ്ങോട്ട് ഇങ്ങോട്ട് ചേഞ്ച് ചെയ്യാം. ഈ സിറ്റീസ് എന്തിന്റെ ബേസിലാണ്? ഒന്നുകിൽ നിങ്ങളുടെ പെർമനന്റ് അഡ്രസ്സോ അല്ലെങ്കിൽ പ്രസന്റ് അഡ്രസ്സോ ഉള്ള സ്ഥലത്ത് മാത്രമേ അല്ലെങ്കിൽ ഉള്ള സ്റ്റേറ്റിൽ മാത്രമേ കിട്ടൂ എന്ന് മാത്രം. അപ്പോൾ സിറ്റീസ് നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാം. അതുപോലെ എഡ്യൂക്കേഷൻ ഡീറ്റെയിൽസ്, 10th ഡീറ്റെയിലോ 12th 12ാം ക്ലാസ്സിന്റെ ഡീറ്റെയിലോ തെറ്റിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ എഡിറ്റ് ചെയ്യാം. ജെൻഡർ തെറ്റിച്ചാണ് കൊടുത്തിരിക്കുന്നതെങ്കിൽ മെയിൽ ഫീമെയിൽ എന്നോ ഫീമെയിൽ മെയിൽ എന്നൊക്കെയാണ് കൊടുത്തിരിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് തിരുത്താം. ഇത്രയും കാര്യങ്ങൾ എല്ലാവർക്കും തിരുത്താം, അതിൽ പ്രശ്നങ്ങളില്ല. ഇനി ന്യൂ രജിസ്റ്റേർഡ് കാൻഡിഡേറ്റ്, ഇത് ശ്രദ്ധിക്കുക, ഇത് സെഷൻ 2വിന് വേണ്ടി മാത്രം, സെഷൻ 1 രജിസ്റ്റർ ചെയ്യാതെ സെഷൻ 2വിന് വേണ്ടി മാത്രം രജിസ്റ്റർ ചെയ്തവർക്കാണ് ഇത് ബാധകം. സെഷൻ 1 ഉള്ളവർക്ക് ഇവിടെ കൊണ്ട് കഴിഞ്ഞു. സെഷൻ 2വിന് മാത്രം, ഇപ്പൊ ഈ സെഷൻ 2വിന് മാത്രം രജിസ്റ്റർ ചെയ്തവർക്ക് ഈ ആദ്യത്തേതും ബാധകമാണ്, ഇതും ബാധകമാണ്. സെഷൻ 1കാർക്കല്ല, സെഷൻ 2കാർക്കാണ്. സെഷൻ 2വിന് മാത്രം രജിസ്റ്റർ ചെയ്തവർക്ക്, അതായത് സെഷൻ 2 രജിസ്റ്റേർഡ് അല്ലെങ്കിൽ അത് മാത്രം രജിസ്റ്റർ ചെയ്തവർക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റാത്തത് എന്തൊക്കെയാണെന്ന് ഓർമ്മിപ്പിക്കുന്നു. നിങ്ങളുടെ മൊബൈൽ നമ്പർ കറക്റ്റ് ചെയ്യാൻ പറ്റൂല, ഇമെയിൽ ID കറക്റ്റ് ചെയ്യാൻ പറ്റൂല, നിങ്ങളുടെ അഡ്രസ്സ് കറക്റ്റ് ചെയ്യാൻ പറ്റൂല, കോൺടാക്ട് ഡീറ്റെയിൽ കറക്റ്റ് ചെയ്യാൻ പറ്റൂല, ഫോട്ടോഗ്രാഫും കറക്റ്റ് ചെയ്യാൻ പറ്റൂല. ഇത്രയും സാധനങ്ങൾ നിങ്ങൾക്ക് മാറ്റാൻ പറ്റൂല. എന്നാൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒന്ന് മാറ്റാം. ഏതു മാത്രം? കുട്ടിയുടെ പേരോ കുട്ടിയുടെ അച്ഛന്റെ പേരോ അമ്മയുടെ പേരോ ഇതിലേതെങ്കിലും ഒന്ന് തെറ്റിയിട്ടുണ്ടെങ്കിൽ ഇതിലേതെങ്കിലും ഒന്ന് മാറ്റാം. തെറ്റൊന്നും ഇല്ലെങ്കിൽ പ്രശ്നമില്ല. എല്ലാം തെറ്റിയിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും ഒന്ന്, അത് കാൻഡിഡേറ്റിന്റെ പേര് തിരുത്തുക എന്ന് മാത്രം. ഓക്കെ, റെഡി. ഇനി നിങ്ങൾക്ക് എല്ലാം തിരുത്താം. ഏതൊക്കെ? ഈ പറഞ്ഞതൊക്കെ, പേപ്പർ, മീഡിയം, സ്റ്റേറ്റ്, സിറ്റീസ്, എഡ്യൂക്കേഷൻ ഡീറ്റെയിൽസ്, ജെൻഡർ, ഇതൊക്കെ തിരുത്താം. പ്ലസ്, അതായത് എബോവ് മെൻഷൻഡ് ഈ പറഞ്ഞത് കൂടാതെ എന്തുകൂടി മാറ്റാം? നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് തെറ്റിച്ചാണ് കൊടുത്തിരിക്കുന്നതെങ്കിൽ മാറ്റാം. ഇനി നിങ്ങളുടെ കാറ്റഗറി മാറ്റാം. ഇപ്പൊ ജനറൽ എന്നാണ് OBC ആക്കണമെങ്കിൽ ആക്കാം, OBC ജനറൽ ആക്കാം, ഒക്കെ ചെയ്യാം. സബ് കാറ്റഗറീസും മാറ്റാം. അതേപോലെ ഫിസിക്കൽ ഡിസബിലിറ്റി പോലുള്ള കാറ്റഗറി ആഡ് ചെയ്തിട്ടില്ലെങ്കിൽ ആഡ് ചെയ്യാം, ഒഴിവാക്കണമെങ്കിൽ ഒഴിവാക്കാം, സിഗ്നേച്ചർ തെറ്റി പോയിട്ടുണ്ടെങ്കിൽ ഒഴിവാക്കാം. ഇതൊക്കെ നിങ്ങൾക്ക് ചെയ്യാം. ഓക്കെ അല്ലേ? ഇത് സെഷൻ 2കാർക്ക് മാത്രമാണ്. ഇനി പ്രത്യേകം ശ്രദ്ധിക്കുക, നിങ്ങൾ ഇപ്പൊ SC എന്നാണ് കൊടുത്തിരിക്കുന്നത്, ഇപ്പൊ ജനറൽ എന്നൊക്കെ ആക്കുകയാണെങ്കിൽ ഫീസിൽ വ്യത്യാസം ഉണ്ടാവും. അപ്പൊ ചില കാര്യങ്ങളിൽ ഫീസിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വേരിയേഷൻ ഉണ്ടാവും. അപ്പൊ നിങ്ങളൊരു എഡിറ്റ് വരുത്തി കഴിഞ്ഞാൽ അതിൽ അഡീഷണൽ ഫീ അല്ലെങ്കിൽ പേ ചെയ്യേണ്ട വന്നിട്ടുണ്ടെങ്കിൽ, അഡീഷണൽ ഫീ പേ ചെയ്യേണ്ട കേസ് ഉണ്ടെങ്കിൽ അത് നിങ്ങൾ പേ ചെയ്യണം, എങ്കിലേ ആ കറക്ഷൻ വാലിഡ് ആവൂ. അപ്പൊ നിങ്ങൾ അങ്ങനെ പേ അഡീഷണൽ ഫീ എന്ന് പറയുന്നത് കറക്ഷൻ ചെയ്യുന്നതിനല്ല. കറക്ഷൻ സപ്പോസ് നിങ്ങൾ ചെയ്യുമ്പോൾ, ഇപ്പൊ നിങ്ങൾ SC കാറ്റഗറിയിൽ കൊടുത്തിട്ടാണെങ്കിൽ നിങ്ങൾക്ക് ഫീ കുറവായിരുന്നു. അതിപ്പോ നിങ്ങൾക്ക് എന്തെങ്കിലും എറർ സംഭവിച്ചതാണെങ്കിൽ നിങ്ങൾ ജനറലിലേക്ക് മാറ്റുമ്പോൾ നിങ്ങൾ അഡീഷണൽ ഫീ അടക്കേണ്ടി വരും. അപ്പൊ ആ ഫീ അടച്ചാലേ ഇത് നിങ്ങൾക്ക് വാലിഡ് ആവും. അല്ലാത്ത എല്ലാ കേസിലും ഇല്ല. ഇപ്പൊ നിങ്ങൾക്ക് പേരിലാണ് ഒരു തിരുത്തെങ്കിൽ നിങ്ങൾക്ക് അഡീഷണൽ ഫീ ഒന്നും അടക്കേണ്ടി വരില്ല. അപ്പൊ അത് ഫീ പേ ചെയ്യേണ്ട കേസ് ഉള്ളതാണെങ്കിൽ ഫീ പേ ചെയ്യണമെന്ന് മാത്രം. അപ്പൊ ഞാൻ സെഷൻ 2വിന്റെ കറക്ഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഓൾമോസ്റ്റ് അവരുടെ സർക്കുലറിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട് മറ്റ് അപ്ഡേറ്റുകൾ വന്നാൽ ഞാൻ ഇതിന്റെ കമന്റ് ബോക്സിൽ കൊടുത്തിരിക്കുന്ന കമ്മ്യൂണിറ്റിയിൽ ഞാൻ കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം. അപ്പോൾ ഒരുപാട് ഈ
താഴെ വരുന്ന കമന്റുകളും മജോറിറ്റിയും ഇതുമായിട്ട് ബന്ധപ്പെട്ടതൊക്കെ തന്നെയായിരിക്കും. അപ്പൊ അതുകൊണ്ട് ആ വീഡിയോ ഒന്ന് ജസ്റ്റ് ശ്രദ്ധിക്കുക. വീഡിയോയിൽ തന്നെ എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. ഇനി അതുമായിട്ട് ബന്ധപ്പെട്ട് ഇവിടെ പറയാത്ത കാര്യങ്ങളും പുതിയ അപ്ഡേറ്റുകളും ഒക്കെ ഇനിയിപ്പോ നാളെയോ മറ്റന്നാളോ ഇപ്പൊ ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്യുകയോ ഡേറ്റിൽ വേരിയേഷൻ വരികയോ മറ്റോ ചെയ്യുകയാണെങ്കിൽ അതൊക്കെ ഞാൻ കമ്മ്യൂണിറ്റിയിൽ പോസ്റ്റ് ചെയ്യാം. കമ്മ്യൂണിറ്റിയുടെ ലിങ്ക് അതിന്റെ കമന്റ് ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റു സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.